ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അതാണ് ബ്രെഡ് പക്കവട. ചായക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇതിനാവശ്യമുള്ളത് കടലപ്പൊടി, സവാള അരിഞ്ഞ്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കരിവേപ്പില, ഇത് സാധനങ്ങൾ. പിന്നെ ബ്രെഡ് നിങ്ങൾ ഇങ്ങനെ സ്ലൈസായിട്ട് മുറിക്കുക. ഇതാക്കി ഇതിൻ്റെ സാധനങ്ങൾ. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് യോജിപ്പിച്ച് കാണിച്ചു തരാം. സവാള ഇട്ട് ഇതൊക്കെ ഇതിലിട്ട് വെക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ്, കൂടി ഉപ്പിട്ട്, പിന്നെ കുറച്ച് മുളക് പൊടി. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് യോജിപ്പിക്കാം. ഇങ്ങനെ യോജിപ്പിക്കാം. നല്ലോണം. അപ്പം ഈ പാകത്തിൽ, ഈ കണക്ക വെള്ളത്തിൽ, അധികം വെള്ളം കൂടാൻ പാടില്ല. എല്ലാം ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതിനാവശ്യമായത് ചീനച്ചട്ടി ഗ്യാസ് ഓണാക്കും. ഗ്യാസ് ഓണാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അത് ചൂടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാം. എണ്ണ ചൂടായോ എന്ന് നോക്കാം. ഇതൊന്ന് ലേശം തെറിപ്പിച്ചാൽ പൊട്ടി വരും. അപ്പോൾ അന്നത് ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഈ ബ്രെഡ് എടുത്ത് ഇതിലോട്ട് മുക്കി മസാലകളെല്ലാം ഇതിൽ പിടിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്കാണ് ഇടുക. ഞാൻ ഓരോന്നായിട്ട് ഇടലുള്ളൂ. 2-3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊരു വിഷമായിരിക്കും. അപ്പം അതിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് തിരിച്ചിടാം. ചില സമയം ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇതെന്തോ ഇന്ന് ഒട്ടിപ്പിടിച്ച കാണുന്നില്ല. അപ്പോൾ ഇത് തിരിച്ചാടിയിട്ട് വേവട്ടെ. ഒരു പണിയുമില്ല, ഈസിയാണ്. ബ്രെഡും കടലമാവും ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് പക്ക അത് റെഡിയാവും. നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചായക്ക്. ഈ മല്ലിയിലയും കരിവേപ്പിലയും എല്ലാം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏകദേശമായി വരുന്നുണ്ട്. ഒരേ തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കുറച്ചൊന്ന് തീ കുറച്ചിട്ടുണ്ട്. കാരണം പുറത്ത് മാത്രം ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഉള്ളിലൊരു പച്ച മാതിരി ഉണ്ട്. ബ്രെഡല്ലേ, പച്ച മാതിരി ഉണ്ടാവും. രണ്ടാമത്തത് ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടുണ്ട്. അല്ലേ, ഫ്ലെയിം കൂട്ടിയാൽ വേഗം കരിഞ്ഞ മാതിരി ആയിരിക്കും, ഉള്ളിൽ പച്ച മാതിരി ആയിരിക്കും. അപ്പം ഫ്ലെയിം കണക്കായിരിക്കണം ഇതിന്.
അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയാൽ ഒന്നും കൂടി തിരിച്ചിട്ട് അങ്ങോട്ട് ഇടുക. ഇതിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടിക്ക് പിന്നെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ചെറിയ പീസായിട്ട് ഇട്ടിട്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അതും ഒരു ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. ഞാൻ ഇടാറുണ്ട്. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടില്ല, അതിനും ഒരു ടേസ്റ്റ് തന്നെയാണ്. ചെറിയ ചെറിയ പീസായിട്ട് ഇട്ടാക്കി നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത് മാത്രം ആക്കിയിട്ട് ആക്കിയതാണ്. ഏകദേശം ഇതും ആയി. പാത്രത്തിൽ ബ്രെഡ് പക്വട റെഡി. നല്ല ടേസ്റ്റാണ്. നല്ല